മതം നോക്കിയാണ് ഈ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ ആളെ കൊല്ലുന്നത്. ഇന്ത്യ കണ്ട എല്ലാ കലാപങ്ങളുടെയും പിറകിൽ മതമുണ്ട്. ബാലഗോപാലൻ അറിയോ? എല്ലാ കലാപങ്ങളുടെ പിറകിലും മതമുണ്ട്. എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്നല്ലേ ഈ മനുഷ്യൻ പറഞ്ഞത്? എന്നാൽ ബാലഗോപാലിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇഹ്സാൻ ജാഫ്രി അറിയുമോ? ഇഹ്സാൻ ജാഫ്രി ഒരു വലിയ, ചെറുതല്ല, വലിയ സമ്പന്ന കുടുംബത്തിൽ പിറന്ന മനുഷ്യൻ, ഇന്ത്യയുടെ പാർലമെന്റ് മെമ്പറായ മനുഷ്യൻ, പാർലമെന്റ് മെമ്പർ, വലിയ കുടുംബത്തിൽ പിറന്നയാള്, ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ മനുഷ്യൻ ഇഹ്സാൻ ജാഫ്രി. അതുമാത്രമല്ല, BJPയോട് ചേർന്ന് നിൽക്കുന്ന ബോറ കുടുംബത്തിലെ അംഗം. പ്രിയപ്പെട്ട ബാലഗോപാല, ഇഹ്സാൻ ജാഫ്രിയുടെ വയറ് നിറയാതിരുന്നിട്ടില്ല. എരിയുന്ന പൊരിയുന്ന വയറായിരുന്നില്ല ഇഹ്സാൻ ജാഫ്രിയുടെ പ്രശ്നം. ഇഹ്സാൻ ജാഫ്രിയുടെ മതമായിരുന്നു. ഇഹ്സാൻ ജാഫ്രി മുസ്ലിമായിരുന്നു. ആ മനുഷ്യനെയാണ് ചുട്ടുകൊന്നത്. മതം നോക്കിയിട്ടാണ് റിയാസ് മൗലവിയെ കൊന്നത്. മതം നോക്കിയിട്ടാണ് കൊടിഞ്ഞി ഫൈസലിനെ കൊന്നത്. മതം നോക്കിയിട്ടാണ് അഖലാഖിനെ കൊന്നത്. മതം നോക്കിയിട്ടാണ് NRCയിൽ നിന്ന് മുസ്ലിങ്ങളുടെ പേര് വെട്ടിമാറ്റുന്നത്. മതം നോക്കിയിട്ടാണ് ഹിമന്ത് ബിശ്വ ശർമ്മ മുസ്ലിങ്ങളെ ആക്രമിക്കണമെന്ന് സംഘപരിവാരത്തിന് ആഹ്വാനം ചെയ്യുന്നത്. മതം നോക്കിയിട്ടാണ് CAA നടപ്പിലാക്കുന്നത്. മതം നോക്കിയിട്ടാണ് ബാബരിപ്പള്ളി പൊളിച്ചത്. മതത്തിന്റെ പേരിലാണ് വെള്ളാപ്പള്ളി തോന്നിവാസം പറയുന്നത്. മതത്തിന്റെ പേരിലാണ് ശശികല സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ പേരിലാണ് ഒരു ന്യൂനപക്ഷത്തെ ആക്രമിക്കാൻ വഖഫ് ഭേദഗതി കൊണ്ടുവന്നത്. പിന്നെ എങ്ങനെയാ മതം പ്രശ്നമില്ല എന്ന് പറയാ? ഏതു വശത്തിലാണ് മതം പ്രശ്നമല്ലെന്ന് പറയാ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ വിവേചനം നടക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസും ലീഗും അല്ല, അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളാണ്. തീരുന്നില്ലല്ലോ സജി ചെറിയാനെ. നിങ്ങൾ അവസാനം പറഞ്ഞ വാക്കും ജയിച്ച സ്ഥാനാർത്ഥികളുടെ മതം നോക്കിയിട്ടല്ലേ?